ഇന്നേ ഒരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. വ്ളോഗല്ല, കുറച്ച് നാൾ മുമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്ന എൻ്റെ ഒരു പീരീഡ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകണം. പക്ഷേ അതിന് മുമ്പൊരു കാര്യമുണ്ട്. ഇത് കുറച്ച് നാൾ മുമ്പുള്ള നമ്മുടെ ലൈഫാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വീട് വേറെയാണ്, എൻ്റെ അപ്പിയറൻസ് വേറെയാണ്, എൻ്റെ ഹെയർ വേറെയാണ്. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മുടെ മാറിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നിന്നാൽ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് നമ്മുടെ ഗ്രാഫ് പോയത്. അപ്പം നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് ലോങ് സ്റ്റോറിയാണ്. പക്ഷെ അത് പറയണ മുമ്പെന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രാഫിലോട്ട് നേരെ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എത്തിയിട്ട് നമ്മൾ ആ സ്റ്റോറി റിവീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നു എന്നൊക്കെ ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. പക്ഷേ വെയിറ്റ് ചെയ്യൂ, ഞങ്ങളൊന്ന് സ്റ്റേബിൾ ആവണവരെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ കണ്ട ഞങ്ങളുടെ മനോഹരമായ ലൈഫല്ല, അതിന് ബാക്കിൽ വേറെ സ്റ്റോറീസൊക്കെ ഉണ്ടെന്ന് ഞാൻ സ്റ്റേബിളായി നിന്നിട്ട് പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പീരീഡ്സ് റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു അടിപൊളി യൂസ്ഫുൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, തമിഴിലും വീഡിയോയും തമ്മിൽ യാതൊരു മാച്ചില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? പക്ഷേ എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ പീരീഡ്സ് ഡേയിൽ തന്നെയാണ്, സെക്കൻഡ് ഡേ. ഞാൻ മുമ്പ് വല്ല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കണ്ണനുൾപ്പെടെ എല്ലാ ദൈവങ്ങളെയും നമ്മളിൽ ഒരാളായിട്ടാട്ടോ കാണുന്നത്. അതിന് ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. കണ്ട് ശീലിച്ചതായതുകൊണ്ട് ഇത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിലുള്ളവർ തമ്മിലൊരു ഐത്തം കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ തമ്മിൽ എങ്ങനെയാട്ടോ എന്ന് വെച്ച് മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ മുറിപ്പെടുത്താൻ പോകരുത്. തിരിച്ച് നമ്മളിലും ഒന്ന് അടിച്ചേൽപ്പിക്കാനും സമ്മതിക്കരുത്. ശരിക്കും നമ്മുടെ ഉള്ളിലെ നന്മ, പോസിറ്റീവ് എനർജി, അതൊക്കെ തന്നെയല്ലേ ദൈവം, തത്വമസി. പിന്നെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു പ്രവൃത്തി മാത്രം എങ്ങനെ അശുദ്ധിയാവുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാം ഡൗൺ ആവുന്ന ഒരു ടൈമാണ് ഈ പീരീഡ്സ് ഡേയ്സ്. പക്ഷേ എനിക്കപ്പോൾ കൂടുതൽ എനർജിയുടെ ആവശ്യമുണ്ട്, പോസിറ്റീവ് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ സറൗണ്ടിങ്സ് ഞാൻ പോസിറ്റീവായിട്ട് വയ്ക്കാൻ നോക്കും. എൻ്റെ ചുറ്റുമുള്ളതും പിന്നെ എവിടെ നിന്നൊക്കെ എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നോ അതൊക്കെ ഞാൻ തേടി പോകും കേട്ടോ. ബാക്കി എല്ലാ ദിവസവും അടിപിടിച്ചിരുന്നാലും ഈ ദിവസങ്ങളിൽ ആക്റ്റീവായിട്ടിരുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സും ശരീരവും എൻ്റെ കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, ഒന്ന് ആക്റ്റീവ് മോഡ് ആവാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എണീറ്റ പാടെ ആക്റ്റീവ് മോഡ് ഓൺ എന്ന് പറഞ്ഞ് ചെന്ന് ചെയ്തതല്ല. എല്ലാവരെ പോലെ എനിക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ റിവൈൻഡ് ചെയ്ത് ഫസ്റ്റ് വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരാം. പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് എവർടീൻ പീരീഡ് കെയർ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ്. പാഡ് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്കംഫോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ലീക്കേജ് ഉണ്ടാവില്ല, 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫുൾ ബാക്ക് കവേർഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റെയിൻ ആവുന്നുള്ള പേടിയും വേണ്ട. 2x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ്. ഹെവി ഫ്ലോ ഉള്ളവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലും ബോഡിയിൽ ഒരു ഇറിറ്റേഷനോ റാഷസോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു പാൻറ്റീസ് യൂസ് ചെയ്യുന്ന അത്രയും കംഫർട്ടിൽ നമുക്ക് ഇതിട്ടുണ്ട് നടക്കാം. അതുകൊണ്ട് തന്നെ എത്ര ഹെവി ആക്ടിവിറ്റി ചെയ്താലും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. പാഡ് നീങ്ങി പോകുന്ന പോലെ ഉള്ള ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒരു ഡിസ്കംഫർട്ടും നമുക്ക് ഉണ്ടാവില്ല. മാത്രമല്ല രാത്രി കിടക്കാനുള്ള ഉറക്കം, നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും. നമുക്ക് ഒരിക്കലും ഒരു ടെൻഷൻ വേണ്ട, ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റി നല്ല ടെൻഷൻ വേണ്ട. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എവർടീൻ പീരീഡ് കെയർ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ്. പിന്നെ ഇത് പോസ്റ്റ്പാർട്ടം കെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതിന് ബെറ്റർ ഓപ്ഷൻ ആണ്. പിന്നെ മീഡിയം ടു ലാർജ്, ലാർജ് ടു എക്സൽ, അങ്ങനെ പല സൈസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. പാൻറ്റി ടൈപ്പ് ആയതുകൊണ്ട് ടോപ്പ് ലെയർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നിന് വരെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഇതായിരുന്നു എണീറ്റപ്പോഴുള്ള അവസ്ഥ. ദേഷ്യം, ടെൻഷൻ, സ്ട്രെസ്സ്, ഫ്രസ്ട്രേഷൻ, എന്തൊക്കെയാണ് ഒരു മനുഷ്യനിലോ എല്ലാ ഇമോഷൻസും കൂടി ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഭീകരമായിരിക്കില്ലേ? അതാണ് അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പല തരത്തിലാണല്ലോ ഈ പീരീഡ്സ് ഡേയ്സ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും എൻഗേജ്ഡ് ആണെങ്കിൽ, ഞാൻ കുറച്ച് ആക്റ്റീവ് ആണെങ്കിൽ എന്നെ ഇതൊന്നും അത്ര എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം ഫിസിക്കലി, മെൻ്റലി ഞാൻ എവിടെയെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആണെങ്കിൽ എന്നെ അത്ര എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഞാനൊന്ന് ഡൗൺ ആയിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂടി വന്ന് എന്നെ അറ്റാക്ക് ചെയ്ത് കൊന്നു കളയും. അതാണ് എൻ്റെ അവസ്ഥ. ആഫ്റ്റർ മാരേജാണ് മൂഡ് സ്വിങ്സ് ഇങ്ങനെ അങ്ങോട്ട് കൂടിയത്. അപ്പം ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഐഡിയ കേട്ടോ. കാരണം കോളേജ് ഡേയ്സിലേക്ക് ഫുൾ ആക്റ്റീവ് ആയിരുന്നു, ഇമോഷണലി, മെൻ്റലി ഒക്കെ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമുക്കതൊന്നും ചിന്തിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെമഡി ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി സെറ്റായിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഒരുങ്ങി. സത്യം പറഞ്ഞാൽ കുളിക്കണമായിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ വരെ എല്ലാവർക്കും മടിയാന്ന് എനിക്കറിയാം, എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ പുഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താണ്ടല്ലോ നമ്മളുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വീഡിയോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എൻ്റെ പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വിശന്നിട്ട് വയ്യൊക്കെ. സാധാരണ എനിക്ക് പീരീഡ്സ് ഡേയിൽ വിശപ്പും ദാഹമൊന്നും ഉണ്ടാവാറില്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഹെവി ഫുഡൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. ഞാനപ്പോൾ ജ്യൂസായിട്ടോ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കഴിക്കണോ ഭയങ്കര ഇഷ്ടം. അത് ഈ അടുത്തായിട്ടാണ് ഭയങ്കര സ്വീറ്റ്സ് കഴിക്കാനുള്ള ക്രേവിങ്സ്. അപ്പോൾ ഇപ്പം എനിക്ക് വിശക്കുന്നത് ചിലപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കണം വിശന്നത്.
ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണ ഇഷ്ടമല്ലടാ, പക്ഷെ അതാരും ചെയ്യാൻ പാടില്ല കേട്ടോ. കൃത്യസമയത്ത് പോകേണ്ടടുത്തൊക്കെ പോയിക്കോളാം. എനിക്ക് ആ കാഴ്ച കാണാൻ വയ്യ, അതാണ് മെയിൻ കാരണം പീരീഡ്സ് ഇല്ലാന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു ടൈമാണത്. എന്ന് വെച്ച് പോവാതിരിക്കുമൊന്നുമില്ല കേട്ടോ. അക്സെപ്റ്റ് ദ റിയാലിറ്റി, ഗോ വിത്ത് ദ ഫ്ലോ. ആ ഫ്ലോയിൽ നമ്മുടെ ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻറ്റ്, അതാരും മറക്കണ്ട. അപ്പം ഞാനിന്ന് കഴിച്ചത് മുളപ്പിച്ച പയറമ്മ തന്നിട്ടുണ്ടായിരുന്നു. അത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് പുഴുങ്ങി. അതാണ് എൻ്റെ ബ്രഞ്ച്. ഇനി ഞാൻ നേരെ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. വെള്ളം കുടിക്കണമെന്ന് എനിക്ക് വലിയ കാര്യമില്ലാത്ത കാര്യമാണ്, പക്ഷേ ഞാൻ നന്നായിട്ട് ആ ടൈമിൽ മനഃപൂർവ്വം വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ, അതായത് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ഇന്നലെ തന്നെ പുഴുങ്ങി മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഞാൻ കുറച്ച് മുളകും നമ്മുടെ കൊക്കോ ഫ്യൂഷനും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഒരു 1.5 മണിക്കൂർ അങ്ങനെ അവിടെ ഇരിക്കട്ടെ. കൊക്കോ ഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു പൊടിയാട്ടോ. എല്ലാ മിക്സിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കിടിലം പൊടിയാണ്. അത് മാത്രം മതി. ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയാണ്. ഞാൻ വേണേൽ ലിങ്ക് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എവിടെ വെച്ചാൽ കൊടുത്തേക്കാം കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ചേട്ടൻ എനിക്ക് തേങ്ങ പൊതിച്ച് തന്നു. ഞാൻ പിന്നെ പോയിട്ട് കറിവേപ്പില അമ്മ ഇന്നലെ കൊടുത്ത് വിട്ടുള്ളൂ തൈ, അതിൽ നിന്ന് പോയിട്ട് ഉള്ളി എടുത്തു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് ഗൈസ് അറിഞ്ഞത്. അപ്പോൾ അതിന് നല്ല തെറിയേട്ടായിരുന്നു ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ നേരത്തെ പോയിട്ട് നമ്മുടെ ചെമ്മീൻ ഒലത്തിയെടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് കുറേ നാളായിട്ട് ചെമ്മീൻ കറി ചെമ്മീൻ ഒലത്തിയതൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞാൻ അതിന് ആദ്യം ചെയ്തത് നല്ല എണ്ണ, നല്ല കോക്കനട്ട് ഓയിലില്ലേ, കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് നമ്മളുടെ ഈ ഫ്രഷ് എന്തെന്നാ കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് പൊട്ടി. അപ്പം ഞാൻ ഓടി. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും പീരീഡ്സ് ഡേയ്സ് ആണ്, ജ്യൂസേ കുടിക്കൂ, വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ചെമ്മീൻ ഒലത്തിയടിക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഗൈസ്, ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ് ഗൈസ്. അത് ഏത് നേരത്തെ നട്ടപ്പാതിരാത്രി വിളിച്ച് തന്നാലും ഞാൻ തിന്നും. പിന്നെ ചോറ് എനിക്ക് കണ്ണി കണ്ടുകൂടാത്ത സാധനമാണ്. അത്രയും ലൈറ്റായിട്ട് ഞാൻ ചോറ് കഴിക്കാറുള്ളൂ. പക്ഷേ ചെമ്മീനാന്ന് പറഞ്ഞാണ്ടല്ലോ അത് ഞാൻ അടിക്കും ഗൈസ്. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്ത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചെമ്മീൻ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം സവാള അരിഞ്ഞെടുക്കുക. നന്നായിട്ട് ഒരു സവാള മതി. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെമ്മീൻ കരിയാതെ നോക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ 1 കിലോൻ്റെ ചെമ്മീൻ നമുക്ക് 1/4 കിലോ ആയിട്ട് കിട്ടുന്നതാണ് ഗൈസ്. കണ്ടോ, ഇപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം ചെമ്മീനിലാണ് ഗൈസ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എന്ത് ചെയ്യുമ്പോഴാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതൊന്ന് ചെയ്യുക. ഇപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ആ ഒരു എണ്ണ ഉണ്ടാവുമല്ലോ അതിലോട്ട് തന്നെ ഇടുക. നന്നായിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സവോള ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സവോള വഴറ്റുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് അരിഞ്ഞ് അതും അതിൻ്റെ ഒപ്പം ഇട്ട് വഴറ്റുക. അങ്ങനെ ഞാൻ മൊത്തത്തിൽ മറന്നു. ആ പീരീഡ്സ് ആണെന്നുള്ള സംഭവം എൻ്റെ ഇപ്പോൾ മൈൻഡിലില്ല. ഞാൻ ശരിക്കും പറയാൻ എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിരിക്കില്ല ചിലപ്പോൾ ഇഷ്ടം. എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് കഴിക്കുക. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മാത്രമേ ചെയ്യുള്ളായിരുന്നു കേസ്. അങ്ങനെ തക്കാളിയും ഇട്ട് കൊടുത്തു. അതും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ബ്രൗണിഷ് കളറാകുമ്പോഴത്തേക്കും ഞാൻ എഗെയിൻ എന്താ ചെയ്തതെന്ന് മറന്നു പോയി ഗൈസ്. വെയിറ്റ് കേട്ടോ, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഗൈസ്. അത് അടച്ചു വെച്ച് കുറച്ചും കൂടി ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൊടംപുളി ഇല്ലേ, കൊടംപുളിയല്ലേ, അത് മീനിലൊക്കെ ഇടുന്ന ഈ പുളി, ഇത് നന്നായിട്ട് കഴുകി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ചെമ്മീൻ ഇടുന്നതിന് മുമ്പാട്ടോ ഞാനിത് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒതുക്കി അവിടെ അടച്ച് വയ്ക്കുക ഒന്നും കൂടി. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ചിക്കൻ മസാല ഇടുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സാമ്പാർ കൂടി വരെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കൊക്കോ ഫിഷിനുള്ളവർ അത് മാത്രം ഇട്ടാൽ മതി. കൊക്കോ ഫിഷിൻ്റെ മസാലപ്പൊടി ആട്ടോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കൊക്കോ ഫിഷിൻ്റെ മസാലപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് കറിയിലും എന്തിലും യൂസ് ചെയ്യാം. അത് മാത്രം യൂസ് ചെയ്താൽ മതി. ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യാൻ അടിപൊളിയാണ്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാട്ടോ, ഒന്ന് ചെക്ക് ചെയ്യേ. ഒപ്പം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് പീരീഡ്സിൻ്റെ മാത്രം റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും പിന്നെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് കമ്പയർ ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് ചെമ്മീൻ കറി ഉണ്ടാക്കണം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നല്ലായിരുന്നു. അതൊന്നും തെറ്റാന്നല്ല കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സംഭവം വേറെ ആയിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പം ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്കതൊക്കെ പറഞ്ഞ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നൊക്കെ ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പം ഞാൻ ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് നമ്മളുടെ തേങ്ങ അതിനകത്ത് പിഴിഞ്ഞെടുക്കാൻ ശ്രമിച്ചു ഗൈസ്. കാരണം ഞാൻ ഫിഷ് നിർവാണ പോലെ ചെമ്മീൻ നിർവാണ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ പരിപാടി ചെയ്തത്. പക്ഷെ നടന്നില്ല. അതിൻ്റെ ചാറ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പിഴിഞ്ഞ് കിട്ടിയത് മാത്രം അവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് അതിനകത്തുള്ള പുളി എടുത്ത് മാറ്റിയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ കുളമായാലോ എന്ന് വെച്ചിട്ട് അതിനകത്തുള്ള കുടംപുളി എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് നമ്മുടെ ഹീറോ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം പിഴിഞ്ഞ് വെച്ച ചെമ്മീൻ്റെ തേങ്ങേൻ്റെ ചാറില്ലേ, അതായത് തേങ്ങാപ്പാൽ കുറച്ചേ കിട്ടിയുള്ളൂ. അത് അങ്ങോട്ട് ഒഴിച്ചിട്ടോ. വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതൊഴിച്ചു. കൂടുതൽ കിട്ടിയാൽ കൂടുതലെടുത്ത് ഒഴിച്ചു കേട്ടോ. അടിപൊളിയാണ്.
തേങ്ങാപ്പാലും ഇഞ്ചിയും കൂടി ചേർന്നൊരു മാജിക്കൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മുടെ ഷെഫ് പിള്ള പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് പ്രാക്ടിക്കലാക്കാൻ നോക്കിയതാണ്. പക്ഷേ തേങ്ങ ചതിച്ചു ഗൈസ്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്, കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. അപ്പം നിങ്ങളിനി നമ്മുടെ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്ത്, അത് തേങ്ങ ചിരകിയത് മാക്സിമം ഒന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ആ ഓയിലിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതായിരിക്കും ആ ഫൈനൽ ലുക്ക്. കിട്ടിലാണ്, കണ്ടിട്ട് തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു കേസ്. അപ്പം ഞാൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു കേസ്. പീരീഡ്സ് ആണെന്നോ വയറുവേദന വന്നുവെന്നോ ദേഷ്യം വന്നുവെന്നോ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, ഇതൊന്നും ഇപ്പം മൈൻഡിലില്ല കേസ്. കാരണം ചുറ്റും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പം എനിക്കിപ്പോൾ ഇത് ഇഷ്ടമായതുകൊണ്ട് ഞാനിതിൽ എൻഗേജ്ഡ് ആയി. ഇപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യുക. ചിലപ്പോൾ ഒന്ന് പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചോറെടുത്ത് ചെമ്മീൻ ചട്ടിയിലോട്ടിട്ട് പെരട്ടി അടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ടൈമിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ഡേയും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ കൂടുതൽ വേണ്ട ടൈമാണ് പീരീഡ്സ് ഡേയ്സ്. അല്ലാത്ത ടൈമും നമുക്കിതൊക്കെ തന്നെ ആവശ്യമല്ലേ. നമ്മളുടെ മോട്ടീവ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആയിരിക്കണം. അപ്പോൾ പിന്നെ എൻ്റെ വയറൊക്കെ നിറഞ്ഞു, എൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് വേണം നമുക്കിനി ബാക്കി പരിപാടികൾ തുടങ്ങാൻ ഗൈസ്. അങ്ങനെ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും ഇനി മാധുക്കുട്ടിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാധുക്കുട്ടിയുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളുള്ളവർക്ക് ഇതൊക്കെ പോസിബിൾ ആണോ, ഈ സെൽഫ് കെയർ സെൽഫ് ലവ് ഒക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കും, നമ്മുടെ കുട്ടികൾ ഹാപ്പി ആവുള്ളൂ. അവർക്ക് നല്ലൊരു ഹെൽത്തി ഹാപ്പി ലൈഫ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ നേരെ തീർക്കുന്നത് അതുങ്ങളുടെ മുതുകത്തായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത്രേ ഉള്ളൂ ഡിഫറൻസ്. നമ്മുടെ ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. അതിന് നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരും സന്തോഷിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. പക്ഷേ ഇതൊന്നും ആരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്ന് മാത്രം. നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ ഹാപ്പി ആയിക്കോളും. ഇപ്പോൾ തന്നെ എൻ്റെ കാര്യം നോക്കിയേ, എങ്ങനെ തുടങ്ങിയൊരു ഡേയാണ് മൂഡ് സ്വിങ്സും ടെൻഷനും സ്ട്രെസ്സും ദേഷ്യമൊക്കെ ആയിട്ട് തുടങ്ങിയ ഡേ ഞാൻ തന്നെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളവരെ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ നിങ്ങളുടെ പീരീഡ്സ് ഡേയ്സിൽ. അപ്പോൾ ഒരു ഹാപ്പി പീരീഡ്സ് ഡേയ്സ്. ബൈ.